കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട്, കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് ഉരുണ്ട് കുണ്ടിൽ വീണു. കുണ്ടിൽ വീണു. പക്ഷെ ഇത് ഒരുമിച്ച് പറയാൻ എനിക്ക് പറ്റില്ല. അതെന്താ? കുട്ടിക്ക് അറിയില്ല. അതെല്ലാരും ഡയറക്ടറുടെ പേര് അതിനകത്ത് വഴി കൂടി പോണ എല്ലാവർക്കും കരയിപ്പിക്കരുത് കേട്ടോ. കരയിപ്പിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. അത് പറഞ്ഞപ്പോ ആലോചിക്കുന്നുണ്ട്. ബിഗ് ബഡ്ജറ്റ് ആണോ അതോ ലോ ബഡ്ജറ്റ് ആണോ ചെയ്യാൻ ഇഷ്ടം? എനിക്കൊരു 5000 കോടിയുടെ ഒരു പടം. ഞാൻ പൊതുവെ സംസാരം കുറവുള്ളൊരു മനുഷ്യനാണ്. ഇനി ചളി അടിക്കാനൊരു സ്പേസ് എന്തെന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചളി അടിച്ചു തുടങ്ങും. സംസാരം കുറവാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്ത് പറ്റി? കാലുവേദനയുണ്ടോ? കുറെ പേരായില്ലേ ചളി അടിച്ചിരിക്കോ. ദൈവമേ, ഞാൻ ധ്യാനം പോലെ ആവും. നമസ്കാരം. നമ്മുടെ മുമ്പിലിരിക്കുന്നത് മലർവാടി ആർട്സ് ക്ലബ്ബ്, ആട് സീരീസ്, അതുപോലെ ഓം ശാന്തി, ഓശാന, ചട്ടക്കാരി, അങ്ങനെ നിരവധി സിനിമകളിൽ നമ്മുടെ ഇപ്പോഴത്തെ വർഷങ്ങൾക്ക് ശേഷം എല്ലാ സിനിമയിലും മിന്നിത്തിളങ്ങി നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് ഹരികൃഷ്ണൻസ് എന്നല്ല, ഹരികൃഷ്ണൻ എന്നാണ്. ഞാൻ ചുമ്മാ ഒരു എസ് കൂട്ടി പറഞ്ഞതേ ഉള്ളൂ ഒരു ഗുമ്മിന്. എന്തായാലും ആളെന്നെ ആദ്യം തന്നെ ചിരിപ്പിച്ച് ഒരു വശമാക്കി. അപ്പൊ ഞാൻ എന്തൊക്കെ പറയണമെന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം. ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്, കണ്ടല്ലോ. ഓഹ് എന്റെ അമ്മി, ഇത്രയും സ്പീഡിൽ പറഞ്ഞത് എനിക്കറിയാം. പറഞ്ഞോ, സുഖാണോ? അല്ല, ഈ ചിരിക്കുന്നതിന്റെ കുട്ടൻ സാധനം തന്നെ ചോദിക്കട്ടെ, എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? ഓ, ഞാൻ ചിരിച്ചു കുറ്റം. കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. അപ്പൊ എങ്ങനെയുണ്ട് പുതിയ സിനിമ ഓർമ്മചിത്രം? പുതിയ സിനിമ ഓർമ്മചിത്രം ഒരു ഭയങ്കര ഓർമ്മയുള്ള ഒരു ചിത്രം. ഒരുപാട് ഓർമ്മയുള്ള ഒരു ചിത്രമാണ്. ഓക്കെ, അപ്പൊ അതിനകത്തുള്ള ക്യാരക്ടർ എന്താണ്? ഹീറോ എന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും അതിനകത്ത് എങ്ങനെയാണ് ഒരു എന്താ അതിന്റെ ഒരു ഈ ഓർമ്മ ചിത്രം എന്ന് പറയുന്നത്? കേൾക്കുമ്പോ തന്നെ, ടൈറ്റിൽ കേൾക്കുമ്പോ തന്നെ ഓർമ്മ മീൻസ് ക്യാരക്ടറിന്റെ പേര് ഉണ്ണി. ഉണ്ണി എല്ലാരും മറ്റേ ഉണ്ണി എന്ന് വിളിക്കുന്നത് എനിക്ക് മറ്റേ ഹിസൈൻ കവിയൂർ ഉണ്ണി അങ്ങനെ കാണാതെ പോയ ഉണ്ണി അല്ല, കാണാതെ പോയ ഉണ്ണിയല്ല, അത് കാണാതെ പോയ ഉണ്ണി, ഇത് കണ്ടു കിട്ടിയ ഉണ്ണി. അങ്ങനെ ഉണ്ണിയുടെ ഒരു ജീവചരിത്രമാണ് ഓർമ്മചിത്രം. അതിൽ ഉണ്ണിയുടെ അമ്മ, അച്ഛൻ, കാമുകി, ഉണ്ണിയുടെ ഫ്രണ്ട്സ്. എൻ്റെ ഒരു വ്യൂ പോയിന്റ് പറയുകയാണെങ്കിൽ അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ. അതിൻ്റെ അകത്തൊരു കോളേജ് കാലഘട്ടം വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ളൊരു കാലഘട്ടം വരുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സംഭവ വിപുലമായ ഒരു ക്യാരക്ടറാണ് പോലെ. ഇനി കൂടുതൽ തള്ളണം, കണ്ടല്ലോ. ഇത്രയും മതി, തൽക്കാലം ഇത്രയും മതി. നമുക്ക് കുറച്ച് തള്ളാം. ലൊക്കേഷൻസ് ഒക്കെ ഇങ്ങനെ പച്ചപ്പ് ആയിരുന്നു. ഹരിതാപയും പച്ചപ്പും, പ്രകൃതി രമണി, അരുവി. സംസാരിക്കുമ്പോ തൊട്ടിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്താണ് ചോദിക്കാന്ന് എനിക്ക് ഫുള്ള് റിലേബിൾ പോട്ടെ. അപ്പൊ ഈ പറഞ്ഞ വേണ്ട, ഈ ചേട്ടന് കണ്ട നല്ല ചേട്ടാന്ന് വിളിക്കാലോ അല്ലേ? എത്ര വയസ്സുണ്ട്? വേണ്ട, പറയില്ല. ഡോണ്ടു. അപ്പൊ ചേട്ടാ ചേട്ടനെ കണ്ട നല്ല ക്യൂട്ടായിട്ടും നല്ല ഒരു പാവത്താൻ പിടിച്ച ഒരു ആളെ പോലെ. എപ്പോഴും ക്യാരക്ടേഴ്സ് ബേസ്ഡ് വരുമ്പോ എപ്പോഴും മറ്റേ കള്ളനും കുരുത്തം കെട്ട സാധനങ്ങളൊക്കെ ആണല്ലോ കിട്ടുന്നത്. അത് കള്ളനും കുരുത്തം കെട്ട സാധനോ? ഇത് രണ്ടും മറ്റേ ആടിലൊക്കെ നല്ല ഒരു ആക്റ്റീവായിട്ടൊക്കെ ഉള്ള ഒരു മീൻസ് ഇപ്പൊ ഈ നായകനായിട്ടല്ലേ ചെയ്തേക്കുന്നേ, ഒരു മറ്റേ നായകൻ സെറ്റപ്പ്. അതങ്ങനെ അല്ലാതെ ഈ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോ കുറച്ചൊക്കെ ഇങ്ങനെ കുരുത്തക്കേട് കോമഡീസ് ഒക്കെ ആയിട്ട് ചെയ്യുമ്പോ അതാണോ ഇഷ്ടം, അതോ ഇങ്ങനെ ഹീറോ ആയിട്ട് നിൽക്കാനാണോ ഇഷ്ടം? നമ്മൾ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം എല്ലാം ചെയ്യണം, അതാണുള്ളൊരു. എനിക്കെല്ലാം ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഫേവറേറ്റ് പരിപാടി ഒന്നുമില്ല. വരുന്ന സാധനം നല്ലപോലെ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ വിനീതേട്ടനുമായിട്ട് മറ്റേ മലർവാടി ആർട്സ് ക്ലബിലും പിന്നെ അല്ലാതെ കുറെ സിനിമ ചെയ്തിട്ടുണ്ട് ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ വിനീതേട്ടനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്? എൻ്റെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് വിനീതേട്ടൻ. മലർവാടിയിലൂടെയാണ് ആദ്യത്തെ മൂവി മലർവാടിയാണ്. അപ്പം അന്നോട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ 5 പേരുടെയും ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ, കാരണം അഭിനയത്തെ പറ്റി ഒന്നും ABCD പോലും അറിയത്തില്ല. അങ്ങനെയാണ് ഓഡീഷൻ വഴി മലർവാടിയിൽ വരുന്നത്. എന്താണ് പരിപാടി എന്ന് ഏകദേശം പഠിച്ചതും മനസ്സിലാക്കിയതും വിനീതേട്ടൻ വഴിയാണ്. അതാണ് വിനീതേട്ടനായിട്ടുള്ള ബന്ധം. ഗ്യാസ് കയറുണ്ട്. അതുപോലെ നമ്മുടെ ആട്
ഒരു ഭീകരജീവി. അത് ഭയങ്കര കോമഡി, ഫുള്ള് കോമഡി അല്ല, ചിരിച്ചിരിച്ച് മണ്ണ് വെക്കും. അപ്പം ആ ഒരു സിനിമയിലോട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്തപ്പോ അവരുടെ കൂടെ ഉണ്ടായിരുന്ന അതുപോലെ തന്നെയാണോ നിങ്ങൾ നേരിട്ട് കാണുമ്പോഴും? എപ്പോഴും ഇങ്ങനെ ജോളി ടൈപ്പ് ആണോ, മീൻസ് കോമഡി? പിന്നെ ഒരു മിഥുന്റെ മൂവി എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്പേസ് ഉണ്ട്, നമ്മുടെ ഒരു സ്പേസ് വന്നിട്ട് അതും നമുക്ക് എന്ത് വേണേ പെർഫോം ചെയ്യാം. അപ്പൊ ആ ഒരു ഫ്രീഡം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ ആണ് ശരിക്കും പറഞ്ഞ ആട് മൂവി. സിനിമയിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര അലമ്പും എൻജോയ്മെന്റും പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ ഓർമ്മചിത്രം എന്ന സിനിമയിൽ ഇങ്ങനെ ഇപ്പൊ ഇറങ്ങാൻ പോകുന്നു. അപ്പൊ ഇനി അടുത്ത പ്രൊജക്ട്സ് ഒക്കെ എന്തൊക്കെയാണ്? ഒരു 4 പടത്തോളം ഇറങ്ങാനുണ്ട്. അതിനൊന്നും ഡേറ്റും ഇതും കൺഫേം ആയിട്ടില്ല. എന്നുള്ള തീരുമാനമായി കഴിഞ്ഞാൽ പറയാൻ പറ്റും. കറന്റ്ലി ചെയ്തത് ഒരു വെബ് സീരീസ് മനു അശോകൻ ഡയറക്ട് ചെയ്ത് ഐസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു ചെറിയ ക്യാരക്ടർ. ഓക്കെ, അപ്പൊ ഓർമ്മചിത്രത്തില് ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ട് എങ്ങനെയായിരുന്നു? കാരണം ഡയറക്ടറിനകത്ത് ഈ ഒരു ടൈറ്റിലിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ, ഡയറക്ടറിന്റെ പേരൊന്നുമില്ല അതിനകത്ത്. എന്താണ് അതെന്തെങ്കിലും സസ്പെൻസ് ആണോ എല്ലാവർക്കും എന്തെങ്കിലും? അതിന്റെ ചേതോവികാരം എന്താന്നുള്ള പുള്ളിയോട് തന്നെ ചോദിക്കണം. അല്ല സാർ, ഒരു വഴിപോക്കൻ അങ്ങനെയൊന്നും എഴുതിയേക്കണം, അതെന്താ അങ്ങനെ എന്ന് മനസ്സിലല്ല. ആദ്യം എല്ലാവരും ഡയറക്ടറുടെ പേര് അപ്പൊ അതിനകത്ത് വഴി കൂടി പോണ എല്ലാവർക്കും അത് പുള്ളി ഇന്റർവ്യൂ ചെയ്താലോ ചെയ്യുന്നുണ്ടോ? ചെയ്യുവോ? പുള്ളി തന്നെ പറയുന്നുണ്ടോന്നുള്ള അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കുന്നത് ശരിയല്ല. എന്തായാലും പടം ഇറങ്ങി കഴിയുമ്പോഴേക്കും എല്ലാരും പുള്ളിയെ അന്വേഷിക്കും. ഞാൻ ധ്യാന പോലെ ആവും. കുന്തി ദേവി കിണ്ടി കഴിയപ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ഇത് എഴുതി തന്നാ വേണമെങ്കിൽ വായിച്ചു തരാം. എന്താണ്? കുന്തി ദേവി കിണ്ടി കഴിയപ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് ഉരുണ്ട് കുണ്ടിൽ വീണു. പക്ഷെ ഇത് ഒരുമിച്ച് പറയാൻ എനിക്ക് പറ്റില്ല. കുട്ടിക്കറിയില്ല. മാലും നെയ്യ് ഞാൻ പോട്ടടാ, എന്നെ വെറുതെ വിടടാ. അപ്പൊ നമുക്കൊരു ടാസ്ക് കൊടുക്കാം. വേറെ ഒന്നുമല്ല, ഞാൻ 5 വ്യക്തികളുടെ പേര് പറയും. ആ പേരില് ഒറ്റ വേർഡില് ചേട്ടൻ അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയണം, മീൻസ് അവരെന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ 5 വ്യക്തികളുടെ പേരാണ്. ഫസ്റ്റ് ധ്യാൻ ശ്രീനിവാസ്. സ്ട്രേറ്റ് ഫോർവേഡ്. ഓക്കെ. വിനീത് ശ്രീനിവാസൻ. ഏഞ്ചൽ. ഓ. ജയസൂര്യ. ചേട്ടൻ പവർ പാക്ക്. ഓക്കെ. അജു വർഗീസ്. മൈ ടെഡി ബിയർ. നിവിൻ പോളി. സ്വീറ്റ് ജം. അടിപൊളി. എന്ത് എളുപ്പത്തിലാണ് ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞു. നൈസ്. അടിപൊളി. ഇനി എനിക്ക് തോന്നി വിവാദമായിരുന്നില്ലേ അത്. ചേട്ടൻ ഇനി ഭാവിയിൽ ചെയ്യാൻ താല്പര്യമുള്ള ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ എങ്ങനെയാ, എന്താണ് ആഗ്രഹം? അങ്ങനെ ഒരു സ്പെഷ്യൽ കഥാപാത്രം ഇന്നത് ചെയ്യണം എന്നൊന്നും അങ്ങനൊന്നുമില്ല. വരുന്ന സാധനം മര്യാദക്ക് നല്ല രീതിക്ക് ചെയ്യുക, ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ഒരു പോളിസി. പിന്നെ ഈ പറഞ്ഞ പോലെ അഭിനയ സാധ്യത കൂടുതലുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. മറ്റേ കുഷ്ഠരോഗി, വികലാംഗൻ. നോട്ട് ദ പോയിന്റ്. ഞാൻ വെറുതെ തമാശ പറഞ്ഞു. ഓക്കെ. എന്ത് പറ്റി, കാലുവേദനയുണ്ടോ? കുറെ നേരമായില്ലേ ചളി അടിച്ചിരിക്കണോ? അയ്യോ. ഓക്കെ, അപ്പൊ വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ? പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ കുറച്ചും കൂടെ ഒന്ന് വൈൽഡ് ആയിട്ട് ഇങ്ങനെ ഒരു വില്ലൻ. അതിന്റെ വില്ലന്റെ മറ്റേ പലതരം വേർഷൻസ് ഉണ്ടല്ലോ, ചെയ്യാം. വരട്ടെ, എല്ലാരും വിളിക്കട്ടെ. അതെ, വിളിക്കട്ടെ. ഇത് കണ്ടെന്ന് വിളിച്ചാൽ മതി. ആരെങ്കിലും വിളിക്കണേ.
ചേട്ടന് ബിഗ് ബഡ്ജറ്റ് ആണോ അതോ ലോ ബഡ്ജറ്റ് ആണോ ചെയ്യാൻ ഇഷ്ടം? എനിക്കൊരു 5000 കോടിയുടെ ഒരു പടം ഒരു പടം ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ പറഞ്ഞോളൂ ഡയറക്ടേഴ്സിനോടും പ്രൊഡ്യൂസേഴ്സിനോട് പറയൂ ഇങ്ങനെ രാജമൗലി കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കേൾക്കൂ എന്റെ വിളി അല്ലേ. ഫസ്റ്റ് ടൈം ക്യാമറയുടെ മുമ്പിൽ നിന്നപ്പോ ഉണ്ടായിരുന്ന ആ ടെൻഷൻ ഒന്ന് ഇവിടെ ഒന്ന് കാണിക്കാമോ? ഞാൻ ആക്ച്വലി ടെൻഷൻ വന്നാൽ ഞാനൊന്നും മിണ്ടൂല. അതായത് ഞാൻ പൊതുവെ സംസാരം കുറവുള്ളൊരു മനുഷ്യനാണ്. പിന്നെ ചളി അടിക്കാൻ ഒരു സ്പേസ് ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചളി അടിച്ചു തുടങ്ങും. സംസാരം കുറവാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ റിലേ പോയത് ഇത് കാരണമല്ലേ തൊട്ട് മുമ്പുള്ള ഇന്റർവ്യൂ ഞാൻ ഭയങ്കരമായിട്ട് മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഓണാശംസകൾ പറഞ്ഞ് നേരെ എക്സ്ട്രീം. കൊള്ളാം, രസമുണ്ട്. എന്തായാലും എന്നെ ചിരിപ്പിച്ച് മറന്നോണ്ടാട്ടാ ഞാനിപ്പോ ഇങ്ങനെ ടെൻഷൻ പിടിച്ചിരിക്കുന്ന കിളി പോയിരിക്കുകയാണ്. അപ്പൊ നവരസം നമുക്കൊന്ന് ചെയ്താലോ? പറയണ്ടായിരുന്നു. ഇത് ക്യാമറ ഏത് രസം കാണണ്ടേ? എല്ലാം എനിക്കെല്ലാം അറിയത്തില്ലല്ലോ. 9 രസത്തിന്റെ പേര് തുടങ്ങി ഞാൻ കാണിക്കാം. ഹാസ്യം. ഹാസ്യോ? കരുത എന്താ അവസ്ഥ? ഇത് കരുടല്ലേ? അതാ പറഞ്ഞു. അത് ചിരി വന്നെന്തിനാ? അത് കഴിഞ്ഞിട്ട് ഞാൻ ചിരിച്ചല്ലോ. ഞാൻ വിചാരിച്ചതിന്റെ കണ്ടിട്ട് ബീവത്സം. അയ്യോ, അത്രയ്ക്കും വേണ്ടായിരുന്നു. രൗദ്രം. അതാണ് സത്യമായിട്ടുള്ളത്. ഇനി കൂടുതൽ ഞാൻ പേടിപ്പിച്ച ചിലപ്പോ പേടിക്കും. അയ്യോ ഭാവി ചളയാക്കണ്ട, അലമ്പാക്കണ്ട. എന്നാ പിന്നെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരെണ്ണം. ഷോക്കിംഗ് ആയിട്ടുള്ള ഞെട്ടല്ല, അങ്ങനെ ഒരു ഇല്ല. രസമുണ്ട്. ഞാൻ പുതിയൊരു ഭയാനകം. അത് തന്നെ ഞാനിപ്പോ അങ്ങനെ. ഓക്കെ അടിപൊളി. അപ്പം അടിപൊളിയായിരുന്നു. എന്തായാലും നല്ലൊരു സെഷൻ നമുക്ക് കിട്ടി. എന്തായാലും ട്രോളിനുള്ള എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ? കിട്ടിയില്ലേ? അതൊക്കെ നടന്നോളൂ. എന്റെ വിധി വല്ലാത്ത വിധി, വല്ലാത്ത ചതി. സത്യം പറയാലോ, ഞാൻ എന്തൊക്കെയോ പറയണം, എന്തൊക്കെയോ ചോദിക്കണം എന്ന് പറഞ്ഞ് വന്നതാ. ഇങ്ങനെ ഒരു ഹാൻസം ഗായ് എന്റെ മുമ്പിൽ വന്നു നിന്നപ്പോൾ എനിക്കൊന്നും മിണ്ടാൻ പറ്റില്ല. കാരണം പുള്ളിനെ ചിരിപ്പിച്ച് കളഞ്ഞു. മതിയാ ഇത്രയും ട്രോളാ. ഞാനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ, വെറുതെ കാശ് കൊടുത്ത് പറയിപ്പിച്ചതൊക്കെ പറയും. അല്ല ഒന്നൂടെ പൊക്കി പറ, നല്ലപോലെ പൊക്കി പറ. കുറച്ചുകൂടെ പൊക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സുന്ദരനും സുമുഖനും ഹാൻസമും പിന്നെ സൽസ്വഭാവി വേണോ? അസൽ സ്വഭാവിയും പിന്നെ എന്താണ്, പിന്നെന്താ പറയുന്നത്, സർവോപരി സദ്ഗുണസമ്പന്നനുമായ ബാക്കി ആയ നമ്മുടെ ഹരിച്ചേട്ടന്റെ കൂടെ ഇരുന്നപ്പോൾ ഞാൻ എല്ലാം മറന്നുപോയി. അതുകൊണ്ട് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി വരുന്ന പ്രോജക്ട്സും അടിപൊളിയാവട്ടെ. ഇതുപോലെ എന്നും ലൈഫിൽ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. കരയിപ്പിക്കരുത് കേട്ടോ. കരയിപ്പിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. അത് പറഞ്ഞപ്പോ ആലോചിക്കുന്നുണ്ട്. ഇല്ല, അറിഞ്ഞോണ്ട് ഞാൻ ആരെ കരയിപ്പിച്ചിട്ടില്ല. സത്യം അറിയാണ്ട് ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഓക്കെ, അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം എന്റെ കൂടെ ഇരുന്ന് എന്നെ സഹിച്ചതിന്. അതെ, സഹിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. മലർവാടി ആർട്സ് ക്ലബ്ബ്, ആടുജീവിതം, സോറി രാവിലെ അവളുടെ അടുത്ത് പോയി തുടക്കം. അപ്പൊ നമസ്കാരം. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന നമ്മുടെ മലർവാടി